നിങ്ങൾക്ക് ഏവർക്കും കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വന്ദനം വന്ദനം ഗുരുക്കളെ, വന്ദനം വന്ദനം വന്ദനം. നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും, സ്പെഷ്യലി ഇപ്പം മൂവി ആണെങ്കിലും എന്ത് റിലേറ്റഡ് ആണെങ്കിലും, നമ്മൾ എത്രത്തോളം സ്പോണ്ടേനിയസ് ആകുന്നു, എത്രത്തോളം ക്വിക്ക് ആകുന്നു എന്ന ഒരു ക്വാളിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് രാജേട്ടൻ പറയും. അല്ല, പിന്നെ ഇത്രയും നേരം ഇപ്പൊ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞു, പിന്നെ അതിന് മുമ്പ് കംപ്ലീറ്റ് ഈ മലയാളം പറഞ്ഞതിന് അതൊക്കെ എന്റെ ഇഷ്ടമാണ്. അതൊക്കെ മോൺ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരു ഇൻട്രോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതൊരു ഗെയിം ആണെന്ന് കണക്കാക്കിയെന്ന് അപ്പൊ വേറെ കാര്യമുണ്ട്. ഗെയിമൊക്കെ കളിക്കാൻ നേരത്തെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളും പറയും. എന്ത് വേണോ നിങ്ങൾക്ക് പറയാം. ഞാൻ ഒരു എന്റെ കൈ കടത്തില്ല അതിലോട്ടൊന്നും പറയരുത്. ആങ്കറുടെ അഹങ്കാരം എന്തല്ലേ. പിന്നെ എനിക്കതൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ തെറ്റുന്ന എനിക്ക് സന്തോഷമാണ്. തെറ്റണം, നിങ്ങൾ തമ്മിൽ അടി കൂടണം, എനിക്ക് അതാണ് ആഗ്രഹം. പിരിയണമെന്നാണോ ഉദ്ദേശിച്ചത്? നല്ല മനസ്സുള്ള ആള്. പക്ഷെ രാജേട്ടൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഞങ്ങൾ ചക്കരയടയാണ്. അതാണ് ഞങ്ങളുടെ. എനിക്കറിയാം, ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന വേലകളല്ലേ. ഞാൻ വീണ്ടും അതേ പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്നു. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്വിക്ക് ആയിരിക്കണം ഓൺ ദി അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നതിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് രാജേട്ടൻ്റെ ഒരു കണക്കൂട്ട്. അല്ല, ഇതിനകത്ത് പ്രാധാന്യത്തിലേക്ക് വരുന്നതിന് ആദ്യ സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഒരു ആങ്കർ ആവണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണമെങ്കിലോ ഒരു ഡയറക്ടർ ആവണമെങ്കിലോ ആദ്യമായിട്ട് അയാൾക്ക് ഒരു പാഷൻ ഉണ്ടാവണം. നമ്മളെപ്പോഴും പാവ്ലോ കോയിലോയുടെ തിയറിയൊക്കെ പറയാറില്ലേ, നമുക്ക് അങ്ങേയറ്റത് ആഗ്രഹമുണ്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാഷൻ വരുമ്പോൾ നമുക്ക് അതിനകത്തൊരു ആത്മാർത്ഥമായ ഒരു സ്നേഹം തോന്നും. അപ്പോൾ അതിനു വേണ്ടിയുള്ള നമ്മൾക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് വളരെ സിൻസിയറായിരിക്കും. നമുക്ക് കള്ളത്തരമായിട്ട് ഒരു വേല ചെയ്യാനോ കള്ളത്തരമായിട്ട് അഭിനയിക്കാനോ ഒരു കള്ള തട്ടിക്കൂടുതൽ ഡയറക്ഷൻ ഒന്നും പറ്റത്തില്ല. അതുപോലെ എല്ലാവരുടെ മനസ്സിൽ ആ ഒരു സിൻസിയാരിറ്റി ഉണ്ടായാൽ അവരവർ ചെയ്യുന്നത് എല്ലാം നന്നാവും. അപ്പോ ഞാൻ തരാൻ പോകുന്നൊരു ഗെയിം സ്പോണ്ടേനിയസ് ആയിട്ടും എത്ര ക്വിക്ക് ആയിട്ടും ആയിരിക്കും നിങ്ങൾ അതിന് എനിക്ക് ഉത്തരം തരുന്നത് എന്നാണ് ഞാൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? അല്ല, അതിനുവേണ്ടി നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാനത്. അപ്പൊ നമുക്ക് ആ ഗെയിമിലേക്ക് കിടക്കാം. അതായത് ഞാനൊരു ചോദ്യം ചോദിക്കും, 3 പേരോടും ഡിഫറെന്റ് 3 ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യന് ആൻസർ തരാൻ 10 സെക്കൻഡ്സേ നിങ്ങളുടെ കയ്യിലുള്ളൂ. വെറും 10 സെക്കൻഡുകൾ മാത്രം. ഈ 10 സെക്കൻഡ് അത് കറക്റ്റ് ആയിട്ട് ഉത്തരം തരുന്ന ആൾക്ക് വിജയിച്ചു. ഒരു കയ്യടി. അതെ, വിജയിച്ചു. അതാണ് ആ ടൈമർ നമ്മുടെ സ്ക്രീനിൽ വരും. ഓക്കെ, അപ്പോ ഞാൻ ആരിൽ തുടങ്ങണം? അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ്ടേ? 1 2 3 അങ്ങനെ രാജേട്ടൻ തുടങ്ങും. ഒരു സീനിയറിറ്റി രാജേട്ടൻ കാണിച്ചിരുന്നത് നമുക്ക് നമ്മുടെ ഗുരുവാണ്. ഓക്കെ, ഡൺ. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 10 സെക്കൻഡ്സേ ടൈം ഉള്ളൂ. അതിനകത്ത് കറക്റ്റ് ആയിട്ട് ചേട്ടൻ ഉത്തരം പറയണം. അടുത്ത ആളുടെ ക്വസ്റ്റ്യൻ ഉടനടി ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ 3 പേരും പ്രിപ്പയർഡ് ആയിരിക്കണം. അമ്പുകൾ ഇങ്ങനെ ഞാൻ എഴുതുകൊണ്ടേയിരിക്കും. ശ്വാസം വിടാനുള്ള സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, ശ്വാസം വിടാനുള്ള ടൈം കിട്ടില്ല ചിലപ്പോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്റെ ശ്വാസം നന്നായി വീട്ടിൽ കൊണ്ട് അതിനുള്ള സമയം കിട്ടുമോ? അറിയണം കാര്യങ്ങൾ. അങ്ങനെ പറയല്, അങ്ങനെ ചെയ്യണം ഉടനെ. ശ്വാസം നന്നു പോയാൽ നിങ്ങൾ ഇടപെടരുത്. എനിക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ തന്ന് രക്ഷപ്പെടുത്തും. പിന്നല്ലാതെ കോട്ടയനെ സെർവ് ചെയ്യാനാ. അങ്ങനെ ചെയ്യില്ല കേട്ടോ, ഒരാള് ജാവാൻ കിടക്കുമ്പോ അങ്ങനെ ചെയ്യരുത്. അപ്പോഴും ഗോപിക മതി. അല്ല, ഒരു ആർട്ടിഫിഷ്യൽ ശ്വാസം തരാനല്ലേ? കൃത്രിമ ശ്വാസം. അത് ചേട്ടാ, ഞങ്ങൾ ഒറിജിനൽ ശ്വാസം തരും, അവള് കൃത്രിമ ശ്വാസം. ഞാൻ ചോദ്യം ചോദിച്ചു. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ടൈമർ വരും. 10 9 8 7 6 അങ്ങനെ 0 ആവുമ്പോ കഴിഞ്ഞു. അടുത്ത ആളിലേക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, രാജേട്ടൻ്റെ അടുത്താണ്. മമ്മൂക്ക, ലാലേട്ടൻ ഒരുമിച്ച് അഭിനയിച്ച 5 ചിത്രങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പടയോട്ടം, ഒന്നാണ് നമ്മൾ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, അതിരാത്രം, ഹരികൃഷ്ണൻസ്. കഴിഞ്ഞു. പറയും ഞങ്ങൾ. ഓക്കെ, നാദിഷിക, സുരേഷ് ഗോപി ചേട്ടന്റെ 5 ആക്ഷൻ ചിത്രങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 5 ആക്ഷൻ ചിത്രങ്ങൾ. അതെ. കമ്മീഷണർ പറഞ്ഞെടുക്കാൻ പാടില്ല. നിക്ക് പറയട്ടെ. കഴിഞ്ഞു. നിക്കല്, ഞാൻ നിക്കല്. നസീർക്കയും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിച്ച 5 ചിത്രങ്ങൾ. ടൈം സ്റ്റാർട്ട്സ് നൗ. നസീർ മമ്മൂക്കയെ കഥ പറയുമ്പോൾ താപ്പാന, കയ്യിൽ പോയല്ലോ ദൈവമേ. ബാബുട്ടിയുടെ നാമത്തില്, പിന്നെ ജമാന പള്ളിമല.
നാലെണ്ണം പറഞ്ഞു. രാജേട്ടാ, ഇനിയുണ്ടാ? മലയാളത്തിലെ 5 ശോകഗാനങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണ്. ഞാൻ പറയില്ല. എനിക്ക് സങ്കടം വന്നു ഞാൻ പറയില്ല. ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ എന്നെ സങ്കടപ്പെടുത്തരുത്, ഞാൻ പറയില്ല. ആ ചോദ്യമൊക്കെ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ പാട്ടൊക്കെ അവിടെ ചെയ്തു. ഒരെണ്ണെങ്കിലും പറഞ്ഞാൽ മതി. എനിക്ക് അതിനൊരു എന്താ ഓക്കെ, പറയാ, അടുത്ത ചോദ്യം നാദികയുടെ അടുത്താണ്. എല്ലാ ടഫായിട്ടുള്ള എന്റെ അടുത്ത് ചോദിക്കും. എന്നിട്ട് ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ജഗതി ശ്രീകുമാർ അഭിനയിച്ച 5 കോമഡി ചിത്രങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാനത്ത കൊട്ടാരം, പിന്നെ പ്രിൻസ്, കിലുക്കം, ചിത്രം, എന്താ പടങ്ങളൊക്കെ പറയാ, എല്ലാത്തിലും ഉണ്ട്. അതെ, എല്ലാ പടം പറഞ്ഞാൽ മതിയായിരുന്നു. നസീർക്കയുടെ ചോദ്യം ഇതാണ്. മമ്മൂക്ക പോലീസ് വേഷത്തിലെത്തിയ 5 ചിത്രങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആവനാഴി, ഇൻസ്പെക്ടർ ബൽറാം, രാക്ഷസരാമൻ, അതിരാത്രം, രാമനോ? പോയി രാമനോ? രാക്ഷസ രാജാവ്, ശരിക്കും രാമനൊരു രാജാവായിരുന്നു. രാമൻ എന്നായിരുന്നു ആ പടത്തിന്റെ പേര്. അന്നൊരു ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ രാക്ഷസ രാജാവ്. പിന്നെ ഈ അതിരാത്രത്തില് കള്ളനാണ്, പോലീസ് അല്ല കേട്ടോ. ഞാൻ സമ്മതിക്കൂല. അതിരാത്രത്തില് നമുക്ക് കള്ളൻ. അതെ, കള്ളനും ഈ പോലീസും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പൊ നിലവിൽ 5 ഉത്തരങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ രാജേട്ടൻ മാത്രമേ ഉള്ളൂ. ഇനിയും ടൈം ഉണ്ട്. രാജേട്ടനും ലാലേട്ടനും കൂടെ അഭിനയിച്ച 5 ചിത്രങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 5000 പറയും. ഒരുപാടുണ്ട്. ചോട്ടാ മുംബൈ, ഓക്കെ, ഒരു നാൾ വരും, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, കട്ട്. ഈ ഓട്ടോ ഒക്കെ കിടക്കല്ലേ ഇഷ്ടം പോലെ. എന്റെ പടം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം തന്നെ. ഇത് 5 പറയുന്ന വിചാരിച്ച് ഞാൻ തന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ശ്വാസം വിടാൻ സമയം തരുന്നില്ല. അതിനിടയില് ലാലേട്ടനും ചേട്ടനും കൂടി അഭിനയിച്ച കട്ടപ്പനയിൽ ഞാൻ തന്നെ വെള്ളാനാണ്ട് ഓട്ടോ ഒന്ന് തുടങ്ങിയാൽ മതി. ഞാനൊരു സെക്കൻഡ് ഒന്ന് കണ്ടില്ല, കട്ടപ്പനയിൽ എന്താ പിന്നെ ഞാൻ ആ പടം എവിടെ വിറ്റെന്ന്. നാദികയുടെ ക്വസ്റ്റ്യൻ. ദാസേട്ടന്റെ 5 ഗാനങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 7 സ്വരങ്ങള്, ഹരിമുരളീരവം, പ്രമദവനം, പ്രാണസഖി, ഞാൻ വെറും ഒരു പാട്ടുകാരൻ, പിന്നെ ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, പ്രാണസഖി, ഞാൻ വെറും ഒരു പാമരന പാട്ട്. 5 ഓ, ജസ്റ്റ് രക്ഷപ്പെട്ടു. ലാസ്റ്റ് സെക്കൻഡിലാണ് 5ാമത്തെ ഗാനം പറഞ്ഞത്. കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ദാസേട്ടന്റെ പാട്ട് 5 പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് ഞാൻ എഴുന്നേറ്റ് പോകേണ്ടി വരും. ഓക്കെ, നസീർക്ക. ഓക്കെ, ഇപ്പൊ 2 പേര് ഓരോന്ന് വെച്ച് 5 വെച്ച് പറഞ്ഞേ. നസീർക്കയുടെ ചാൻസ് ആണിത്. മണിച്ചേട്ടൻ പാടിയ 5 ഗാനങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വരിക്കച്ചക്കയുടെ ചോള കണക്കിന് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ മിന്നുന്നേ. സമയം കഴിഞ്ഞു. അതിന്റെ പാടം ഇഷ്ടംപോലെ പാടാനുണ്ടായിരുന്നു. പ്രായത്തിൽ ചലക്കുടിച്ച പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. തീർന്നു ടൈം. ഈ 10 സെക്കൻഡ് പോരാ. അയ്യോ, 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ട് പാടി അതുമായിട്ട് ലയിച്ചു വരുമ്പോഴത്തേക്കിന് ഇത്രയും നാളും പാട്ട് ലയിക്കാത്ത ആളിനി ലയിക്കണ്ട. അല്ലാണ്ട് നമുക്ക് പാടാൻ ഒരു അവസരം തരുന്നില്ലല്ലോ. നമ്മൾ 2 വരി പാടുമ്പോഴത്തേക്കിന് സംഗീതം അറിയാവുന്ന ആൾക്കാർ നമ്മളെ ചവിട്ടി താഴ്ത്തുകയല്ലേ. ശരി. അപ്പൊ എന്തായാലും ശ്വാസം വിടാനുള്ള സമയം ഞാൻ തന്നിരിക്കുന്നു. ഇതിൽ ആക്ച്വലി ജയിച്ചു പോയ ആളിനെക്കാട്ടിലും തോറ്റുപോയ ഒരാളെ പറ്റിയായിരിക്കും എനിക്ക് പറയാൻ പറ്റുക. ഇവർ 2 പേരും ജയിച്ചു കഴിഞ്ഞു, ഒരേപോലെ പറഞ്ഞില്ലേ. പക്ഷെ എന്നാലും അല്ലില്ല, അവർ 2 പേരും ടൈ ആണ്. നസീർക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും 5 ഞാനാണോ തോറ്റത്? അതെ. പക്ഷെ ഇപ്പം ഭാവം കണ്ടാ ഞാൻ ജയിച്ച പോലെയാ. ഓക്കെ, താങ്ക് യു. അപ്പോ അവർക്ക് ശ്വാസം വിളിക്കാൻ ഒരു കുറച്ച് ടൈം ഞാൻ കൊടുക്കുകയാണ്. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ടഫ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊരു സ്കിറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ സ്കിറ്റ് ഓൺ ദ സ്റ്റേജ് നൗ. ചേട്ടാ, ഇത് പെട്ടെന്നൊന്ന് തയ്ച്ചു തരണം, കല്യാണത്തിന് പോകാനുള്ളതാ ബ്ലൗസ്. എന്നാലേ ഞാൻ പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. എന്തിന്? കല്യാണത്തിന് പോയി. അയ്യോ, അതിന് ചേട്ടൻ കല്യാണത്തിന് പോകുന്ന കാര്യമല്ല, ഞാൻ കല്യാണത്തിന് പോകാനുള്ള ബ്ലൗസ് തയ്ച്ചു തരണമെന്നാ പറഞ്ഞത്. ഒരല്ല ചോറ് എനിക്ക് തരത്തില്ലേ മായേ? എന്റെ ചേട്ടാ, വർത്താനം പറഞ്ഞു നിൽക്കാതെ ഇത് വേഗം ഒന്ന് തയ്ച്ചു തരാൻ നോക്ക്. തയ്ച്ചു തരാം, അതിനെന്താ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യമായിട്ടിരുന്നു. അളവെടുക്കണം. എന്ത് കാര്യത്തിന് അളവെടുക്കണമെന്ന്? അളവെടുത്ത് കൊച്ചിനൊരു യൂണിഫോം തയ്ച്ചു തന്നെ നല്ല വിശേഷമായിട്ട് ഇരിക്കുക. എന്താ കൊച്ചിന്റെ യൂണിഫോം തയ്ച്ചിട്ട് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? കൊച്ചിന് കാക്കി നിക്കറും വെള്ള ഷർട്ടും തയ്ച്ചു തരാൻ ഞാൻ തന്നു.
ചേട്ടൻ കാക്കി ഷർട്ടും വെള്ള നിക്കറും തയ്ച്ചു തന്നു. ഇപ്പൊ കൊച്ചിന് അസംബ്ലിയിൽ ലൈനിൽ എല്ലാ പിള്ളേരും നിൽക്കുമ്പോ എന്റെ കൊച്ചു മാത്രം വിഷമിച്ച് നിൽക്കുക. അവനോട് ആരെങ്കിലും ലൈൻ ഇട്ടിട്ട് നിക്കാൻ പറയേ. യോ ലൈൻ അടിച്ച് നിൽക്കുന്ന കാര്യമല്ല, വരിവരിയായിട്ട് നിൽക്കുന്ന കാര്യമാ പറഞ്ഞത്. അതിരിക്കട്ടെ, എത്ര മിനിറ്റ് ഉണ്ട് നമ്മുടെ ഈ അസംബ്ലി നിൽക്കുന്നത്? 10 മിനിറ്റ്. അത്രയുള്ള കാര്യം. 10 മിനിറ്റ് നേരം അവന്റെ അടുത്ത് തലവ് തീക്കാൻ പറ. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ചേട്ടാ ഞാൻ വല്ല പറഞ്ഞ കൂടി പോകും കേട്ടോ. വേണ്ട, അളവെടുക്കട്ടെ. അതെ, പണ്ടത്തെ അളവല്ല. അളവ് ബ്ലൗസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. അതുകൊണ്ട് കാര്യമില്ലെന്നേ. പണ്ടത്തെ അളവ് ഇപ്പോഴത്തെ അളവിൽ ശരിയാവില്ല. വൈലോപ്പള്ളി പാടിയിട്ടുള്ള കവിത കേട്ടിട്ടില്ലേ? എന്തുവാ? കാണേ കാണേ വയസ്സാകുന്നു മക്കൾക്കെല്ലാം, എന്നാലമ്മേ വീണക്കമ്പികൾ മീട്ടുകയില്ലേ, നവതാരുണ്യം നമ്മുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അളവെടുത്ത പണ്ടത്തെ അളവ് ശരിയാവില്ലെന്ന്. എന്താന്ന് വെച്ചാ ചെയ്യ്. ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ അളവെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് അറിയാമോ? എന്തുവാ? ഒരു മോളെ പോലെയാ. സ്വന്തം ഡോട്ടർ ഓഫ് മൈ സൺ. നിങ്ങൾ ഇവിടെ എന്തെടുക്കുമായിരുന്നു? അളവെടുക്കായിരുന്നു. അതോ മുതലെടുക്കുമായിരുന്നു? അളവെടുക്കുന്നത് കണ്ണാൻ പറഞ്ഞേ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അളവെടുക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അളവെടുക്കാതെ എങ്ങനെ തയ്ക്കാൻ പറ്റും? പെണ്ണുങ്ങൾ വരുമ്പോ അളവെടുക്കാൻ ഞാനിവിടെ ഇല്ല. എന്നെ വിളിച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു കാര്യം ചെയ്യുന്ന ആണുങ്ങൾ വരുമ്പോ നീ അളവെടുത്തോ, പ്രശ്നം തീർന്നില്ലേ? ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യൻ ഇനി മേലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുമ്പോ ഇവിടെ അളവെടുക്കാൻ തുള്ളി നിന്ന് ഇതിനകത്ത് അളവുണ്ട്, ചേച്ചി തയ്ച്ചാ മതി. ഞാൻ പോകുന്നു. ഒരു 100 വട്ടം നിങ്ങൾ എടുത്ത അളവ് എന്തിയെന്ന് കാണിച്ചേ. അളവ് എന്തിനാ എഴുതി വെക്കുന്ന? അളവ് എന്റെ ഹൃദയത്തിലുണ്ട്, അവളുടെ മനസ്സിൽ. എന്റെ ദൈവമേ, ഇങ്ങനെ ഞാൻ കൊല്ലും. നീ അടുക്കളയിലല്ലായിരുന്നു, അതല്ലേ എനിക്ക് വിളിക്കാൻ പറ്റായിരുന്നത്. ഞാൻ അമേരിക്കയിലൊന്നും അല്ലല്ലോ, അടുക്കളയിലല്ലയോ. അമേരിക്കയിലാണെങ്കിൽ നീ ഫ്ലൈറ്റ് പിടിച്ചെങ്കിലും വന്നേനെ. അടുക്കളയിലായതുകൊണ്ട് ഞാൻ വിളിച്ചോട്ട് കാറി കിടന്നു കഴിഞ്ഞാൽ നീ വിളിച്ചാ വരുമോ? ഇനി ഏതെങ്കിലും ഒരു പെണ്ണിനെ നിങ്ങൾ അളവെടുക്കുന്ന ഞാൻ കൊണ്ടാലേ. മാറി, ഞാൻ തയ്ക്കട്ടെ. ചേട്ടാ, പരിചയമില്ലാത്തൊരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ കാറുകളൊക്കെ ഫോൺ നമ്പർ തന്നിട്ടല്ലേ പറഞ്ഞത്, പരിചയം ഉണ്ടാവും. എന്റെ ചേട്ടൻ ഇങ്ങോട്ട് ലക്ഷ്യം വെച്ചൊരു വണ്ടി വരുന്നെന്ന്. അത് ഏത് കമ്പനി? ലക്ഷ്യം കമ്പനി. എനിക്ക് വയ്യ, നിങ്ങളെ ഞാൻ എന്തോ ചെയ്യണം. നീ എന്തായി പറയണേ? ഒരുപാട് കാറുകൾ വരാൻ നീ കാറെന്ന് ഇവിടെ കിടന്ന കാരണം എന്തിനാ? ഈ വീട്ടിലോട്ട് ഒരു കാറ് വരുന്നുണ്ട്. മിസ്റ്റർ അംബുജാക്ഷൻ. അംബുജാക്ഷനാ. ഇവിടെ ഭാര്യയുടെ ബ്ലൗസ് അളവിന് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അളവെടുക്കാൻ നേരത്തെ എന്റെ കൈകൾ കരാങ്കുലതങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. എന്നാ മക്കളുടെ യൂണിഫോം തയ്ച്ചപ്പോ തിരിഞ്ഞു പോയിട്ടുണ്ടാവും? ഇല്ല. അതില്ല. ഇനിയിപ്പോ നിങ്ങളുടെ പാന്റോ ഷർട്ടോ ബ്ലൗസോ എന്തെങ്കിലും തയ്ക്കാൻ തന്നിട്ടുണ്ടോ? അയ്യോ, ഇതൊന്നുമല്ല. പിന്നെ എന്തിനാ ഇത്ര വെയിറ്റ് ഇട്ട് സംസാരിക്കുന്നത്? പതുക്കെ സംസാരിച്ചൂടെ? ആരാ? എന്റെ മനസ്സിലാകണക്ക് അല്പം പുറകോട്ട് നടക്കണം. പുറകോട്ട്? ഇനി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഭിത്തിയൊന്ന് തലയിലിടിക്കും. അതല്ലെന്നേ, പിന്നെ അല്പം പുറകോട്ട് സഞ്ചരിക്കണമെന്ന്. അത് ഏത് വണ്ടി കയറിയാ സഞ്ചരിക്കാൻ പറ്റും പുറകോട്ട്? എന്റെ അമ്പുചാട്ട, നിന്റെ പൊട്ടത്തിന് ഇതുവരെ മാറിയില്ലടാ. അമ്പുചാഷന്ന് വിളിക്കുന്നുണ്ടല്ലോ, പരിചയമുണ്ടോ സംസാരിക്കുന്നു? ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. മാപ്രാണം LP സ്കൂളിൽ നിന്നോടൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച നിന്റെ തിക്ക് ഫ്രണ്ട് ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി? അവിടെ ഒരുപാട് ശങ്കരന്മാര് സംസാരിച്ചിരുന്നു. എന്നിട്ട് മനസ്സിലായില്ല? അപ്പൊ ഞാൻ വിട്ടുപോയി. കുട്ടി ശങ്കര. എന്റെ കുട്ടി ശങ്കര, നീ അങ്ങോട്ട് വളർന്നു പോയല്ലോടാ. എടാ, എത്ര ക്ലൂ ഞാൻ നിനക്ക് തന്നു, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി? തിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി. എങ്ങനെ? എടാ, ക്ലാസ് റൂമിലെ ബെഞ്ചിൽ ഇരുന്നിട്ട് എന്നെ തിക്കി 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 പുറത്തേക്ക് കളഞ്ഞ എന്റെ കുട്ടി ശങ്കരൻ. അതല്ലേ എനിക്ക് മനസ്സിലായത്. നീ അങ്ങോട്ട് മാറിപ്പോയില്ലോടാ. പിന്നെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് മമ്മൂട്ടിയുടെ വരിയായില്ല. ഞാനിപ്പോ ബോംബെയിലല്ലേ. ബോംബെ. എടി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ പണ്ട് മണ്ണപ്പ ചുട്ട് കളിച്ചിട്ടുള്ള ശങ്കരൻ. എന്നെ ആനപ്പട്ടത്തിൽ എറിഞ്ഞിട്ട് നാട് വിട്ടു പോയി ശങ്കരൻ. ആ ശങ്കരനെ ഇത്. അത് കുട്ടിയല്ലായിരുന്നു, ഇതിപ്പോ വലിയ ആളായല്ലോ. വലിയ ആളാവാതിക്കാവുന്നത് ഇപ്പോഴും ഉണ്ടായിട്ടിരിക്കുവോ? ബോംബെ സാമ്രാജ്യത്തെ അടക്കി വാഴുന്ന താരരാജാവ് ശങ്കർദാസ്. ഇപ്പൊ ഞാൻ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലടാ, ഇത് ആരാണ്? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ തയ്യൽ മെഷീന്റെ മുമ്പിൽ എന്നിട്ട് എന്റെ ഭാര്യയുടെ മുമ്പിൽ നോക്കിയിട്ട് ഇത് ആരാന്ന് ചോദിക്കാൻ നിൽക്കാൻ ധൈര്യം വന്നോ? ഓ, നിന്റെ വൈഫാണോ? അപ്പൊ ലളിത? ഏത് ലളിത? ഏത് ലളിത? ഏത് ലളിത? KPSC ലളിത. KPSC ലളിത. KPSC ലളിതയാണോ? അല്ല. KPSC ലളിതയല്ല. ഏത് ലളിത? പറ. ലളിതശ്രീ, തടിയുള്ള ലളിതശ്രീ. ലളിതശ്രീയാണോ? ലളിതശ്രീയാണോ? അല്ല. ലളിതശ്രീ അല്ല. ആരാന്ന് പറ. ഏത് ലളിത? ഞാൻ പറയാം. ഏത് ലളിതയാടാ? ഏത് ലളിത? പറ പറ. പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനൊരു കാമുകി ഉണ്ടായിരുന്നു. പഠിക്കുമ്പോ നിങ്ങൾ എന്നെ ചതിക്കാൻ തുടങ്ങിയ
ബാക്കിയുണ്ട് പറഞ്ഞുതരാം. അന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി എക്സ്കർഷന് പോയി. ഇവനും ലളിത ഉണ്ടായിരുന്നു. 2 ദിവസത്തെ എക്സ്കർഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയെത്തി. പക്ഷെ ഇവരെത്താനായിട്ട് 4 ദിവസം എടുത്തു. 4 ദിവസം ഇവിടെ പോയി. 4 ദിവസം ഇല്ലാതെ കൊണ്ട് നിങ്ങൾ ഇവിടെ പോയി. പറ, കൊല്ലും ഞാൻ. ഇപ്പൊ ഞാൻ കൊല്ലും. വഴിതെറ്റിപ്പോയി അതാ വഴിതെറ്റിപ്പോയെന്ന് എനിക്കറിയാം. എവിടെ നിങ്ങൾ വഴിതെറ്റിപ്പോയെ? അപ്പൊ ഞാൻ പറയാം. ഈ കത്രിക മാറ്റ്. പറ. കത്രിക മാറ്റ്. പറ. ഞങ്ങള് മലമ്പുഴ ഡാമിൽ പോയി. ആ. അപ്പൊ അവിടെ ഡാമിൽ നിറച്ച് ഈ ആമ്പൽപ്പൂ നിൽക്കുന്നു. ഡാമിൽ എവിടെ ആമ്പൽപ്പൂ? എന്താ ഡാമിൽ? ഡാമിൽ എവിടെ ആമ്പൽപ്പൂ? ഡാമിൽ എന്താ ആമ്പൽപ്പൂ ഉണ്ടാവാൻ പാടില്ലേ? ഡാമിൽ ആമ്പൽപ്പൂ ഉണ്ടായിരുന്നോ? എന്താ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എഴുതാൻ പാടില്ലാന്ന്? എന്താ നിങ്ങൾ പറയുന്നത്? ഡാമിലുണ്ടായിരുന്നു. ആ. ആമ്പൽപ്പൂ പറിക്കണമെന്ന് ലളിത എന്നോട് പറഞ്ഞു. ആ. അങ്ങനെ ആമ്പൽപ്പൂ പറിക്കാനായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ. അപ്പൊ ലളിത ആമ്പൽപ്പൂ ചൂണ്ടിക്കാണിച്ചപ്പോ ലളിതയുടെ മോതിരം ഊരി ബാങ്കിലേക്ക് പോയി. ബാങ്കിലേക്ക് പോയി? അല്ല, ഡാമിലേക്ക് പോയി. ആ. അപ്പൊ തന്നെ ഞാൻ മുങ്ങാൻ കൂടിയിട്ട് ഇങ്ങനെ ചാടിയിട്ട് മീൻ പോണ മാതിരി ഇങ്ങനെ പോയി എന്റെ അടുത്ത് തന്നെ വേണമല്ലേ മോതിരം കിടക്കുന്നു. മോതിരം എടുത്തിട്ട് ഞാൻ പറഞ്ഞു ദാ മോതിരം എന്ന് പറഞ്ഞിട്ട് ശ്വാസം വിട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഞങ്ങൾ വന്ന വണ്ടി അകലേക്കൂടെ സോപ്പോട്ടി പോകുന്ന പോലെ പോകുന്നു. അങ്ങനെ ബസ് കാശില്ലാതെ ഞങ്ങൾ തിരിച്ച് സ്കൂൾ വരെ നടന്നു 4 ദിവസമായി. അല്ല, ഇതിലിപ്പോ എന്റെ ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഈ പേരിൽ അവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല. അന്ന് ഞങ്ങൾ കുട്ടികളല്ലായിരുന്നോ? ആ ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അതാണ് നെവർ മൈൻഡ്. അത് തന്നെ. എടാ ഇത് പറയടാ, എന്നിട്ട് നീ ബോംബെ പോയിട്ട് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? എടാ, ഞാൻ കാശുകാരനല്ലടാ. നീ ലക്ഷാധിപതി, അതിനും മുകളില്, കോടീശ്വരൻ, അതിനും മുകളില്, അതിന് മുകളിൽ മില്ലണേഴ്സ് ആയിരിക്കും. മുള്ളനാളാ മില്ലണേഴ്സ്. മില്ലണേഴ്സ്. അങ്ങനെയുണ്ടാ? അതുക്കും മുകളില്. അതിന് മുകളിലാ? അത് പോട്ടെ, നിന്റെ വിശേഷങ്ങൾ പറ. നീ എന്താ പരിപാടി ഇവിടെ? ഞാനാ ഞാൻ അവിടെ സ്വർണ്ണക്കട നടത്തടാ. വളയമാലയൊക്കെ തൂക്കിട്ടാ ജ്വല്ലറിയെ. ഞാനാ ഈ ടേപ്പ് കഴുത്തിലിട്ടുണ്ട്. ഞാൻ ഈ ചക്രം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് മനസ്സിലായില്ല ഞാൻ അവിടെ തയ്യക്കാരനാണെന്ന്. നീ രക്ഷപ്പെട്ടില്ലടാ. നീ രക്ഷപ്പെട്ടില്ല, അത് മതിയടാ. എടാ, ഞാൻ കോടീശ്വരനായി ബോംബെയിൽ ഇങ്ങനെ സുഖിച്ചു വാഴുമ്പോ എന്റെ കൂട്ടുകാരനും ഭാര്യയും ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് സമ്മതിക്കുന്നു. എന്ത് ചെയ്യാനാ? എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ വിധി ഇതായി പോയി. അതുകൊണ്ട് ആ. നിങ്ങളെ ഞാൻ ബോംബെയിലേക്ക് കൊണ്ടുപോകും. അയ്യോ, ഞങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് വേണ്ട, ബോംബെ പോവാൻ ആധാർ കാർഡ് മതി. ശരിക്കും? ആ? അയ്യോ, അതുണ്ട്. കൊറോണയുടെ 2 ഇഞ്ചക്ഷൻ വേണം. അതുണ്ട്. അത് ബോംബെയിൽ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ധാരാവിൽ ഒരു വില്ല എടുത്ത് നിങ്ങളെ ഞാൻ താമസിപ്പിക്കും. നിങ്ങളുടെ തൊട്ടയിലൊക്കത്ത് ഷാരൂഖ് ഖാൻ, തൊട്ടുപുറത്ത് സൽമാൻ ഖാൻ, തൊട്ടപ്പുറത്ത് എന്ത് ഷെട്ടിയാണ്? ശില്പ ഷെട്ടി. എന്നാ ഞാൻ പേര് മാറ്റി. എന്റെ പേര് അംബുജ ഷെട്ടി, നിന്റെ പേര് അംബിക ഷെട്ടി. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഷെട്ടി വേണ്ട. ബോംബെ മനുഷ്യ അല്ലെന്ന് ഞാൻ ഷഡ്ഡി മാറ്റിയിട്ട് ഞാൻ ഖാനാക്കി അംബുജ ഖാൻ. അതുപോലെ മതി. സെറ്റപ്പ്. എടാ, അപ്പൊ എനിക്ക് ജോലി വല്ലതും കിട്ടോടെ? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ അവിടെ സൂട്ട് തയ്ച്ചു കൊടുക്കണം. ഡെയിലി ഓരോ സൂട്ട്. ആർക്ക്? അമിതാഭ് ബച്ചന്. പറ്റില്ലടാ. അമിതാഭ് ബച്ചന്റെ ഷൂട്ട് കഴിക്കാൻ ഈ ടേപ്പ് പറ്റില്ല. ഇതിലും വലിയ ടൈപ്പ് മേടിക്കാം. വലുത് മേടിക്കാം. ഇപ്പൊ ഇവക്ക് എന്തെങ്കിലും ജോലി? രവീണ ടണ്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ അസിസ്റ്റന്റ് ആവുന്നതിൽ വിരോധമുണ്ടോ കുട്ടിക്ക്? എപ്പ രവീണ ടണ്ടൻ തെണ്ടിപ്പോയി എന്ന് ചോദിച്ചാൽ മതി. എന്താണ്? രവീണ ടണ്ടനേക്കാൾ വലിയ തണ്ടച്ചിയല്ലേ ഇവള്? അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറപ്പെടണം. അപ്പൊ എടാ, ഈ വീടെന്ത് ചെയ്യും? വീട് ഞാൻ വാടകയ്ക്ക് എടുത്താണ്. വീട് വാടകയ്ക്ക് എടുത്താണ്. വാടക ചീട്ട് കൊടുത്ത് വിട്ടുകളാ. അതിന്റെ കേസ്. ഒറ്റ മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നു. ഓക്കെ. ഗവർണറാ. ആരെ? ആ സാറേ. നമസ്കാരം. എന്താണ് 2000-ന്റെ നോട്ട് പിൻവലിക്കുകയാണെന്നോ? എന്നിട്ട് 3000-ന്റെ നോട്ട് ഇറക്കുകയാണ്. എന്തിനാ സാറേ? അങ്ങനെയാണെങ്കിൽ 5000-ന്റെ ഒറ്റ നോട്ട് ഇറക്ക്. അപ്പൊ ഞങ്ങൾക്ക് ക്യാഷ് ഇറക്കി ക്യാഷ് കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. 2 പ്രാവശ്യം ക്യൂ കേട്ടോ, 1 പ്രാവശ്യം ക്യൂ നിന്നാ മതി. ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ നമ്മള് ബോംബെയിലൊക്കെ പോകുമ്പോഴേ വിമാനത്തിലല്ലേ പോന്നേ? പിന്നെ വിമാനത്തിൽ നീ കയറിയിട്ടുണ്ടാ? ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. ചേട്ടൻ കേറിയിട്ടുണ്ടോ? ഞാൻ കയറിയില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. മേഘങ്ങളുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോകും. ഞാനേ ആ ജനല് തുറന്നിട്ട് കൈയൊക്കെ വെളിയിലിട്ടിട്ട് ഈ മേഘമൊക്കെ പെറുക്കിയെടുക്കും. സാമോണിന്റെ ടെമ്പോ ട്രാവലർ ഇങ്ങനെ കൈയിട്ട് പുറത്തേക്ക് ടാറ്റ പറയാൻ ഒറ്റ അടിയിട്ട് കൈ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വായു ഒത്തേക്കിട്ട് നമ്മൾ പറന്നു പോകും. ശരിക്കും? പിന്നല്ലാതെ അമ്പു റെഡിയല്ലേ? പോണ്ടേ? പിന്നെ പോണ്ടേ? അമ്മാ വല്ലതും തരണേ, വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല. ചുമ്മാ ഇവിടെ തെണ്ടി കുത്തുവാള എടുത്തിരിക്കുവാ. അന്നേരവാ ഇവിടുത്തെ നാഥൻ ഞാനാണ്. തല നിൽക്കുമ്പോ വാലാടേണ്ട ആവശ്യമില്ല. ഇവിടെ തെണ്ടി കുത്തുവാള എടുത്തൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പോകാൻ പാടില്ലേ? അവളും പറഞ്ഞു. അതാണ് ഞാനല്ലേ പറയേണ്ടത്. സാറേ,
5 ദിവസമായി സാറേ ആഹാരം കഴിച്ചിട്ട്. നിങ്ങൾ വല്ല കീറ്റോ ഡയറ്റിലുമാണോ മനുഷ്യ? അല്ല സാറേ, മുഴു പട്ടിണിയില്ല. കീറ്റോ ഡയറ്റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇല്ലാണ്ടായി പോകും, മനസ്സിലായില്ലേ? ഓക്കേ, ഓക്കേ, എന്തെങ്കിലും ഓക്കേ. കാണാം സാറേ. അപ്പോ എന്തെങ്കിലും കൊടുത്തു വിടറാ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഈ തയ്ക്കണ മെഷീനും ഈ കിടക്കുന്ന തുണി മാത്രമേ ഉള്ളൂ. എടാ മെഷീൻ എടുത്ത് കൊടുക്കടാ, അത് അയ്യോ, ജീവിക്കട്ടെ. ഞാൻ തയ്ക്കണ മെഷീനാ. എടാ നിങ്ങൾ ഇന്ന് മുതൽ ഇവിടെ താമസമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇവിടെ ഇടുന്നത്? ഇത് വേണ്ടേ? വേണ്ടത് എന്നാ നിങ്ങൾ എടുത്തോ. എടുത്തോട്ടെ. ഒരു കാര്യം ആ ഫോൺ തന്നെ, ഫോൺ തന്നെ. എന്ത് പറ്റി? എനിക്ക് ബാങ്കിലെ മാനേജർ എന്ന് വിളിക്കണം. ആ, ഒരു ലോൺ ശരിയായി കിടപ്പണ്ടേ, അതുകൊണ്ടാ. ഇതൊന്ന് ഓൺ ചെയ്താടാ. ആ ലോൺ ക്യാൻസൽ ആക്കി കളാ നീ. ആണോ? ആ തുണിയൊക്കെ എടുത്തോട്ടാച്ചി. ഹലോ, ആ വീണ ബാങ്കിന്റെ മാനേജർ അല്ലേ? ഞാനൊരു ലോണിന് വേണ്ടി 1 മാസം അവിടെ കയറി ഇറങ്ങി എന്റെ ചെരുപ്പ് തേഞ്ഞില്ലേ? ആ പാസ്സായോ? വേണ്ട. വേണ്ടാന്ന് പറ. ആ വേണ്ട, താൻ എടുത്തോ അത്. എനിക്ക് ലോണും വേണ്ട, ഒരു കോണും വേണ്ട. ആ എടുത്തോ. ഓക്കെ. ആ ഇനി മേലാൽ ഈ ഫോണിലേക്ക് അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, അതിക്ക് ഇനി വിളിക്കൂല. ഈ വീടിന്റെ ദിവസം എങ്ങനെയാണ്? ഇത് ഇടിച്ച് നിരത്തി ഞങ്ങൾ തരും. ഇത് വാടകയാണോ? വാടക വീടാണ്. ആ. അപ്പൊ വാടക ക്യാൻസൽ ചെയ്ത് തരും. അയ്യോ 10,000 രൂപ ഞാൻ കൊടുത്തേക്കണതാ. അഡ്വാൻസാ? ആ. ആ 10,000 രൂപ ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തരും. 10,000 രൂപ മേടിച്ചോണം കേട്ടോ. സൂണ മൊലാലയുടെ വീട്ടിൽ നിന്ന് മേടിച്ചോണം. ബാങ്കിന്റെ. എടാ സാറേ പുണ്യം. മേടിച്ചോ, ആ, മേടിച്ചോ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും സന്തോഷം, വേണ്ട. സന്തോഷം. കൊണ്ടുപോ. ഇതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോക്കോ. ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടതാണ്, ബോംബെക്ക് പോകേണ്ടതാണ്. പെട്ടെന്നായിക്കോട്ടെ. എന്നാലും എന്റെ മെഷീൻ പതുക്കെ 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 സൂക്ഷിച്ച്. എത്ര നാള് ചവിട്ടിയതാടാ അത്. എടാ ഇനി നിനക്ക് ചവിട്ടണ്ട, കേറി ഇരുന്നാ മതി. ടക 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 ടകാന്നങ്ങനെ അടിച്ചൊക്കെ Digital പോകും. machine. ഡിജിറ്റൽ മെഷീനാണ്. എടാ ശങ്കര, യെസ്. നീ പറഞ്ഞതൊക്കെ ശരിയാണോടാ? ബോംബെയിൽ നിനക്ക് ബിസിനസ് തന്നെയല്ലേ? നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജകീയമായിട്ട് ജീവിക്കില്ലടാ. ഇതാണ് എനിക്ക് സങ്കടം. അല്ല, പണ്ട് ഒരു കൂട്ടുകാരൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ ഇപ്പോഴും എന്നെ സംശയം. അല്ലടാ, നീ പണ്ടേ ബെടായി പൊട്ടിക്കാൻ പിടിക്കണം, അതുകൊണ്ട് വേണ്ടാമ്പോ ഞാൻ നിന്നെ തെളിയിച്ചിട്ടേ അടങ്ങുന്നുള്ളൂ. പറയണ്ട, ഞാൻ നിന്നെ തെളിയിച്ചിട്ടേ അടങ്ങുന്നുള്ളൂ. പറയണ്ട, നീ എന്നെ വിഷമമായ. അവിശ്വസിച്ചല്ലേ? വിഷമായില്ലേ? നിന്റെ സുഹൃത്തിനെ അതെ, നീ അവിശ്വസിച്ചല്ലേ? പിടിക്കടാ, ഇതെന്റെ ഡോക്യുമെന്റ്സ് ആണ്. വായിച്ച് തൃപ്തിയാവടാ. പിടിക്കേ. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അറിയിപ്പ്. ഊളംപാറ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ചാടിപ്പോയ കുട്ടിശങ്കരൻ എന്നു പേരുള്ള ശങ്കർദാസ് 17/1/2019 മുതൽ കാണാതായിരിക്കുന്നു. ഇദ്ദേഹത്തെ കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ശങ്കര, അഭിലാഷാ, നമുക്ക് ബോംബെക്ക് പോണ്ടേ? പോണം. നടത്തു പോണോ ഓടിപ്പോണോ? എടി, ആ കൊടുത്ത കൂട്ടത്തിൽ നമ്മുടെ കത്രിക കൊടുത്തായിരുന്നാ? ഇല്ല, അത് ഇവിടെ ഉണ്ട്. നീ എടുക്കണ ഈ കുത്തിവിന്റെ പണ്ടെടുക്കണം. അയ്യോ നെക്സ്റ്റ് നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റ് ആയ താരവിളയാട്ടമാണ്. താരവിളയാട്ടത്തിൽ ഇന്ന് വരുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ. നമസ്കാരം, കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഹായ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ഡോക്ടർ പ്രശാന്ത് ചന്ദ്രയാണ് ഇവിടെ വരുന്നതെന്ന്. ഈ ഡോക്ടറേറ്റ് എന്തിനാണ് അങ്കിൾ കിട്ടിയത്? കലണ്ടറിനാണ് ഡോക്ടറേറ്റ് കിട്ടിയത്. അതാണ് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത്. അവര് ലണ്ടനാണ്, അവിടെ നിന്നാണ് ഡോക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാലണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയ കാലണ്ടർ? എന്താണ് കലണ്ടർ എന്ന് പറഞ്ഞാൽ ഈ 10 കോടി വർഷത്തെ കലണ്ടർ, AD 1 മുതൽ 10 കോടി വർഷത്തെ കലണ്ടർ പുള്ളി മനഃപ്പാടമാക്കി. അതാണ് 10 കോടിയോ? എന്റെ ഈശ്വര. അപ്പം ഏത് ഡേറ്റ് ചോദിച്ചാലും ഏത് ഡേറ്റ് ചോദിച്ചാലും റെക്കോർഡുകളെല്ലാം 9 സെക്കൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പം അത് 2-2.5 സെക്കൻഡിലോട്ട് വീണ്ടും മാറി. 16-ലധികം വേൾഡ് റെക്കോർഡും 30 നാഷണൽ റെക്കോർഡും 3 നാഷണൽ അവാർഡും 300 പുരസ്കാര ജേതാവാണ്. ജനിച്ചപ്പോൾ തന്നെ ഒറ്റനവധി വൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത്. കാരണം IQ 50% ഉള്ളൂ, കാഴ്ച വൈകല്യം 100% ഇല്ല. 100% ബ്ലൈൻഡ് എന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നതും. ഇപ്പോൾ കാണുന്നതെല്ലാം ഒരു ഉൾക്കാഴ്ചയിലാണ് കാണുന്നതെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. 3 മാസമേ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 24 വയസ്സായ കുട്ടിയാണ്. പിന്നെ IQ 50% ഉള്ളൂ. 4 അവയവങ്ങളും ഡിസബിലിറ്റിയാണ്. മൊത്തത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല. അടിസ്ഥാന വിദ്യാഭ്യാസം ഫ്രീ വൊക്കേഷണലിൽ 18 വയസ്സ് വരെ പഠിച്ചെങ്കിലും അതുവഴി ഒന്നും പഠിച്ചില്ല. ഈ മൊബൈൽ വഴി ഇംഗ്ലീഷൊക്കെ കുറേ ഫ്രെയിം ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം ഫ്രെയിം ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. സംസാരിക്കുമോ? സംസാര വൈകല്യമുണ്ട്, നമുക്ക് മനസ്സിലാവും, അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും. ഈ ഒരു മോനേ ഉള്ളൂ?
ഒരു മകളൂടെ ഉണ്ട്, കല്യാണം കഴിഞ്ഞ് പോയി. മകളായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. എല്ലാ എല്ലാ കാര്യത്തിനും മകളാണ് എല്ലാം കണ്ടുപിടിച്ച് തന്നത്. വ്യത്യസ്ത കഴിവുകളാണ്, ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഈ ആഴ്ച പറയണത് 10 കോടി വർഷവും ഉറപ്പായിട്ട് വിത്തിൻ ഏതാഴ്ച പറയും. നമുക്കപ്പോ പാസ്റ്റ് തുടങ്ങാം. അതൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ രാജേട്ടാ? ഓക്കെ. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഇയറിലെ ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് ഏതാഴ്ചയാണെന്ന് പറയും? പ്രശാന്ത് പഠിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം ആദ്യം പറയണം, അത് കഴിഞ്ഞ് ഏത് മാസമാണെന്ന് പറയണം, അത് കഴിഞ്ഞ് ഏത് വർഷമെന്ന് പറഞ്ഞാൽ അന്ന് ഏത് ആഴ്ചയായിരുന്നു എന്നുള്ള വിത്തിൻ സെക്കൻഡിനകത്ത് പറയും. ഓക്കെ. നദിക ചോദിക്കാമോ? ഒരു ആദ്യം ദിവസം പറയണം അല്ലേ? ഒരു ഡേറ്റ് ദിവസം പറയണം. ഒരു ഡേറ്റ്. പ്രശാന്ത് പറ. ഡേറ്റ് 9. 9. ആ മാസം 9. 9. വർഷം 99. 1999. അതെ 9 പറഞ്ഞു കഴിഞ്ഞോ? ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡാണ് സമയം. തേഴ്സ്ഡേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ മൊബൈലിൽ നോക്കുമ്പോ? മൊബൈലിൽ ഇങ്ങനെ അടുത്ത് കാണാം. തേഴ്സ്ഡേ. കറക്റ്റ് ആൻസർ ആണ്. രാജ് ചേട്ടാ ആദ്യം പറഞ്ഞ ഡേറ്റ് പറയാം. 20 മാസം 4 20 വർഷം 1955. 1955. വെനസ്ഡേ. ചേട്ടൻ ജനിച്ച ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ ചോദിക്കാൻ അതാണ് ചോദിച്ചത്. ഒരു വെനസ്ഡേ. അതപ്പോ വെനസ്ഡേ ആണെന്ന് രാജേട്ടൻ അറിയായിരിക്കും അല്ലേ? കറക്റ്റ് ആണ്. ഓഫോ, ജനിച്ച എനിക്ക് അറിഞ്ഞൂടാ. രാജേട്ടാ ജനിച്ചത് ഒരു വെനസ്ഡേ ആകുന്നു. ബുധനാഴ്ച ആണല്ലേ? അറിയാൻ സാധിച്ചു. എനിക്ക് മനസ്സിലായി. നസീർക്ക കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. 29/5/1973. 29/5/1973. നസീറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ട്യൂസ്ഡേ. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഏതാ ദിവസം അറിയാമല്ലോ, അറിഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. ട്യൂസ്ഡേ. കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു. ഏത് ദിവസമാണെന്ന് അറിയില്ലായിരുന്നു, അതാ. ട്യൂസ്ഡേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന ഇയറിലെ ഏത് ഫെസ്റ്റിവൽ, ഇപ്പൊ ഓണം ഇന്ന ദിവസം എങ്ങനെ വരും അത് പറയും അല്ലേ? ഓണം മാത്രമല്ല 92 അവധിയും പറയും. 2044 ഇൻഡിപെൻഡൻസ് ഡേ. 2044 ആഗസ്റ്റ് 15 ഏത് ദിവസം വരും എന്നാണ് ചോദിക്കുന്നത്. മൺഡേ. 2044 നമുക്ക് അന്ന് ഓഫ് ഡേ ആയിരിക്കും. സാറ്റർഡേ സൺഡേ അല്ല വന്നിരിക്കുന്നത്, മൺഡേ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, 2060 ഓണം എപ്പോ വരും? 2060 ഓണം എന്നു കഴിഞ്ഞു എന്നാണ്. ഡിസംബർ 8. സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഓണം 2060. സെപ്റ്റംബർ 8 തിരുവോണം. നമുക്ക് ആ ബോർഡിൽ എഴുതുന്നതൊന്ന് കാണാം. ബോർഡിൽ എഴുതാം. ഇక നമ്മളെല്ലാരും 2 ഡിജിറ്റ് വെച്ചിട്ട് പറയാ ഡേറ്റ്, മന്ത്. പക്ഷെ കുറച്ച് 4 ഡിജിറ്റ് അല്ലാത്ത കൂടുതൽ ഉള്ള ഒരു ഇയർ ആണ് നമ്മൾ പറയുന്നത്. അത് പുള്ളി എഴുതിയിട്ട് അത് ഏത് ഡേ ആണെന്നുള്ളത് എഴുതി കാണിക്കും. നസീർക്ക ഡേറ്റ് പറയാം. 22. അടുത്ത് മാസം 12. അടുത്ത് 44 68. 68. 12. 16. 4,46,81,216 വർഷം അല്ലേ? 10, 100, 1000, 10 ലക്ഷം, കോടി. 4 കോടി. പറഞ്ഞു കഴിഞ്ഞു സെക്കൻഡിന്. തേഴ്സ്ഡേ. ഇനി അവൻ കൺഫേം ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. Thursday. കറക്റ്റ് ആൻസർ. സോറി, ഇറ്റ്സ് നോട്ട് അപ്ഡേറ്റഡ് എന്ന് തന്നെ ഫോൺ തന്നെ പറയാം. ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഇതൊന്നും ചോദിക്കല്ലേ പ്ലീസ്, ഫോൺ പറയാ. സത്യം പറയാ, കൂടുതലൊന്നും ആ
പയ്യന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഇതിന് ഒറ്റ കാര്യമുള്ളൂ, ദാ ഇത് തന്നെ. ഒന്നും പറയില്ല. ദൈവത്തിന്റെ അനുഗ്രഹമാണ് മൊത്തം. ഇത്രയും നല്ല സപ്പോർട്ടിംഗ് ഇല്ല, ആയിട്ട് അത് പേരൻസിനെ കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യം തന്നെയാണ്. അല്ലല്ല, ഞാൻ ഒന്നുണ്ട് ചാരിറ്റി സംഘടനയിലൊക്കെ ഉണ്ട് ഇതൊക്കെ വന്നതിന് ശേഷം. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഒരു പ്രയോജനം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പുറത്ത് പറയണത്. കുട്ടിയെ ഇങ്ങനെ കെയർ ചെയ്യണം, ഇങ്ങനെ കൊണ്ടുപോകണം. ഈ പ്രശാന്തനും ഈ ചിലപ്പോൾ വയലൻ്റൊക്കെ ആവും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മനസ്സമ്മാനമുണ്ട്. ഇല്ലെങ്കിൽ ഫുൾ ടൈം വയലൻറ്റും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കലണ്ടർ കയറി കളയും. ഡെയിലി 3 കലണ്ടർ 4 കലണ്ടർ വേണം. ഇനി കലണ്ടർ നമുക്കൊരു പ്രശ്നമായി വന്ന സമയത്തിനാണ് കിട്ടാതെയൊക്കെ വന്നതുകൊണ്ടാണ് മകൾ ഈ മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോഴും മൊബൈലൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു. മൊബൈൽ പിന്നെ എല്ലാം തട്ടി നോക്കിയപ്പോൾ ഏകദേശം ഒരു 150 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് 150 വർഷമല്ല ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 150 500 ഒരു 10,000 വർഷം പഠിച്ചപ്പോഴത്തേക്കാണ് നമ്മളൊരു ഇവൻ്റായിട്ട് സംഘടിപ്പിച്ച ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഇവൻ്റ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദ സാറ് ചെയ്തത്. രണ്ടാമത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് ചെയ്തത് അത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അങ്ങനെ വലിയ വാർത്തകളൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിട്ടില്ല. പിന്നെ അതിനകത്ത് പിന്നെ വെച്ച് തുഴഞ്ഞ് 10 കോടിയിലെത്തി. ഇങ്ങനെയാണ് സംഭവം. നിങ്ങളെ 3 പേരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ റെസ്പെക്റ്റോടുകൂടി വിളിക്കുകയാണ്, പ്ലീസ്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു മൊമെന്റിൽ അമ്മയെ മിസ് ചെയ്യാൻ പാടില്ല. ആന്റി പ്ലീസ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ്. ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഒരു കുഞ്ഞ് ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. ബ്രേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. ഷോർട്ട് ബ്രേക്ക് ഇൻ കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ അടുത്തതായി എത്തുന്നു ശശാങ്കൻ, അനീഷ്, രവി ആൻഡ് പ്രജിഷ. ദേവസംഗീതം നീയല്ലേ ആരുടെ ഗുരു സിനിമയിലെ മധുബാലന്റെ ഭാര്യ? അങ്ങനെ തോന്നിയോ? എന്റെ ഏട്ടാ, ഈ വെള്ളരിക്ക് കണ്ണിൽ വെക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കണ്ണിന്. ഇതൊക്കെ യൂട്യൂബിലുള്ളതല്ലേ, കണ്ടിട്ടില്ല? തക്കാളി മേടിച്ചായിരുന്നോ? തക്കാളി കട്ട് ചെയ്തിട്ടെ അതില് പഞ്ചസാര ഇട്ട് നല്ല പോലെ മുഖത്ത് മസാജ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അല്ല, കവിളൊക്കെ നല്ല തക്കാളി പോലെ തുടുതുടാന്നാവും. കവിള് നല്ല തക്കാളിയൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ വേണ്ടെന്ന് വെച്ചതാ. പോങ്ങോട്ടെ. മുട്ട മേടിച്ചായിരുന്നോ? അതിന്റെ വെള്ളയുണ്ടല്ലോ, അതെടുത്ത് നല്ല പോലെ മസാജ് ചെയ്ത് മുഖത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോങ്ങോട്ടെ. എന്തിനുണ്ടാവരുത്. അത് മാത്രല്ല, ഈ കാപ്പിപ്പൊടിയിലെ കാപ്പിപ്പൊടി നല്ല പോലെ ഒരു മാസത്തേക്ക് കഴിക്കുന്ന പച്ചക്കറിയും പലവ്യഞ്ജനം നീ ഒരാഴ്ച കൊണ്ടാണ് തീർക്കുന്നത്. എന്തിനാണ്? ഞാൻ വെളുക്കാൻ തേക്കുന്നേട്ടാ. നീ കുടുംബത്ത് വന്നേറിയപ്പോ വെളുത്തു തുടങ്ങിയതാ. ഇനി ഇതൂടെ വാങ്ങി തന്നെ വെളുപ്പിക്കരുത് നീ. അല്ലല്ല, ഇങ്ങനെ തന്നെയാ. പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ വിളിച്ചിരുന്നത്. തേനേ, പാലേ, ചക്കരേ, പഞ്ചാരേ എന്നൊക്കെയല്ലേ. അത് കുട്ടിക്കാലത്തെ നമ്മൾ മുട്ടായി തിന്നുമ്പോഴേ ഭാവിയിൽ പുഴുപ്പല്ലൂർ അറിയുന്നില്ലല്ലോ. ഞാൻ വച്ചിട്ടുണ്ട്, ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത ആഴ്ച നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴത്തേക്ക് നല്ല നാടൻ കോഴി വെട്ടി 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 നല്ല കറിയാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ വെട്ടി കറിയാക്കി തരുന്നു. എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട. കോഴിക്കറി വേണ്ടേ? ഞാൻ ചെയ്ത പാവത്തിന് ആ പാവം കോഴി എന്ത് വിളിച്ചടി? ഇനിയിപ്പോ അഥവാ നിനക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ പത്രത്തിൽ ഫോട്ടോ ഇടണം. അത് നല്ല ഐഡിയ. പക്ഷെ എന്റെ ഫുൾ സൈസ് ഫോട്ടോ ഇടണം. ഇത്രയും കൊല്ലം നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്കൊരു അംഗഭംഗവും വന്നില്ല, നാട്ടുകാർ അറിയട്ടെ. എന്താ വീണതോടെ? എന്താണ്? ആ കസേര തൊളിയിട്. മനസ്സിലായില്ലേ? ഇല്ല,
ഈ വേഷമൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ? സൂപ്പർമാൻ അല്ലേ? സൂപ്പർമാൻ. അത് സൂപ്പർമാൻ. ഈ ആപത്തിലൊക്കെ ഓരോരുത്തരെയൊക്കെ രക്ഷിക്കുന്ന ഞങ്ങളെ പോലത്തുള്ള സൂപ്പർ ഹീറോസ് ഒക്കെ അല്ലേ? ശരിക്കും സൂപ്പർമാൻ ആണോ? അയ്യോ ഞാൻ ശരിക്കും സൂപ്പർമാനാണ്. ശരിക്കും? അയ്യോ ശരിക്കും സൂപ്പർമാനാണ്. ശരിക്കും ഒന്ന് സൂപ്പർമാനാണ്. കാണിച്ചേ, ഒന്ന് കൈ കാണിച്ചേ. ഒന്ന് കാണിച്ചേ. കൈ കാണിച്ചേ. നോക്കട്ടെ. അസല് സൂപ്പർമാനാ. അസല് സൂപ്പർമാനാ. അല്ല സൂപ്പർമാൻ എന്താ ഇവിടെ? അതെ ഞാനിങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് ഇതിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് ബാലൻസ് തെറ്റി ഒന്ന് വീണതാ. ടിക്കറ്റ് എടുത്താണ് പറക്കുന്നത് ബാലൻസ് കൊടുക്കാനായിട്ട്. അയ്യോ അങ്ങനല്ലെന്ന്, ഞാനിവിടെ പറന്നു പോയ വഴിക്ക് എനിക്ക് ബാലൻസ് കിട്ടിയില്ല. ഈ കൊറോണയൊക്കെ അല്ലായിരുന്നു. അപ്പൊ കുറെ നാള് പറക്കാറൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നായിരുന്നു. ഞാൻ മാത്രമല്ല എല്ലാ സൂപ്പർ ഹീറോസും, ഞാനും മായാവി, ശക്തിമാന്, ഹീമാന്, ഞങ്ങൾ ചീട്ടുകളിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് എനിക്ക് ബാലൻസ് കിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ മാസ്ക് വെച്ചിട്ട് പറക്കുന്നത് കൊണ്ട് അങ്ങോട്ട് ബ്രീത്ത് കിട്ടുന്നില്ല. അങ്ങനെ പറന്നു പോയ വഴിക്ക് എനിക്ക് ബാലൻസ് തെറ്റി അവിടെ ബാക്കിൽ വീണുപോയി. അല്ല ഇവിടെ ഇപ്പൊ വരാൻ കാര്യം എന്താ ഇങ്ങോട്ട്? ഇവിടെയോ? ഇവിടെ ഇപ്പൊ ഒരു പുതിയൊരു സിനിമ ഉണ്ടല്ലോ, മിന്നൽ മുരളി എന്ന് പറഞ്ഞിട്ട്. ടോവിനോടെ പടം. അപ്പൊ ഞങ്ങൾ സൂപ്പർ ഹീറോസിനെ വെച്ചിട്ടാണല്ലോ ആ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ലോഞ്ചിങ് നടക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാ കൊച്ചി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സൂപ്പർമാൻ. വിശ്വസിക്കുക, സൂപ്പർമാൻ തന്നെയാണ്. സാധാരണ ഈ കേരളത്തിലെ സൂപ്പർമാൻമാരെ കാണാനില്ലല്ലോ. അല്ലല്ല, പൊതുവെ ഞാൻ ഈ കേരളത്തിൽ എന്ന് വന്നാലും എനിക്ക് പണിയാ. ഒരേ ഒരു പണി കിട്ടും. ഈ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോ ഒരു സംഭവം സംഭവിച്ചു. ഒരു ജംഗ്ഷനിൽ ഒരു ബിൽഡിംഗ് നിന്ന് കത്തുക. അപ്പൊ നമ്മളെയൊക്കെ സ്വഭാവം എന്തുവാണ്, എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള സംഭവമല്ലേ. ബിൽഡിംഗ് നിന്ന് കത്തുന്നു. അപ്പൊ ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് ആ തീയിലോട്ടം കൂടി ചാടി കയറി രണ്ടുപേരെ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രണ്ടുപേരെ എടുത്ത് തോളത്തിരുന്നു. സൂപ്പർ. ഞാനൊരു 4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടവരെ താത്തിറക്കി. അടിപൊളിയാ. ഇതിനെന്നെ പട്ടി അടിക്കുന്ന കൊലടിച്ച് ഈ നാട്ടുകാർ. അത് ഈ നാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു നന്മ ചെയ്തപ്പോ അയാൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടണം. അല്ല ഞാൻ അറിഞ്ഞില്ല. അവിടെ തീ അണച്ചോണ്ടിരുന്ന 2 ഫയർഫോഴ്സുകാരെയാണ് ഞാൻ പൊക്കി എടുത്തോണ്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വെച്ചത്. എന്നാലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റൂ. കേരളത്തിൽ കൂടെ പറന്നിട്ട് എന്തൊരു എൻജോയ്മെന്റാ ഉള്ളത്. ഉള്ള കുളിമുറിയുടെ മേളിലൊക്കെ ആസ്പത്രി ഷീറ്റിട്ടില്ലേ. അല്ല ഇവിടെ മൊത്തം കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേന്ന്. എനിക്കൊന്നും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും പറന്ന് പോയാൽ മതി. ഞാൻ നോക്കട്ടെ. കൈക്ക് വേദന. പറക്കാൻ പറ്റുന്നില്ലേ? പറക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്നാ പിന്നെ ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളൂ. ഒരു ഓട്ടോ പിടിച്ചെന്ന് പൊക്കോ. അത് ഈഗോയാ. ഞങ്ങൾക്കുള്ള സൂപ്പർമാരൊക്കെ ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞാൽ അതൊരു ഈഗോ അടിക്കും. പിന്നെ അത് അതിലും വേഗം ഞാൻ ചാവുന്നതാ നല്ലത്. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇതൊന്നും ശരിയായി പറക്കാൻ പറ്റുന്ന ദിവസം വരെ ഇവിടെ നിന്നോട്ടെ. വയ്യാത്തോണ്ട് അത്ര വയ്യാത്തോണ്ട് ശരിയാവട്ടെ. എന്തു ചേട്ടാ? എന്താ അന്യവരത്തിന് വീട്ടിൽ കയറ്റിയിരുത്താനാ? ആണക്കാടാണ് ആളുകൾ അതൊന്നും പറയും. ചുമ്മാതിരി ചേട്ടാ. ചേട്ടാ ആ സുമതിയുടെ വീട്ടില് ഇവൾ വാങ്ങിച്ച ഒരു വലിയ കാറ് കിടപ്പുണ്ട്. കൗമതിയുടെ വീട്ടിൽ അവക്ക് ഒരു വലിയ ആനയുണ്ട്. നമ്മുടെ വീട്ടിൽ എടുത്തു പറയാൻ വേണ്ടിട്ട് എന്താണുള്ളത്? എന്തെങ്കിലും ഉണ്ടാ? ഒരു സൂപ്പർമാൻ നമ്മുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് അഭിമാനമല്ലേ, എനിക്കൊരു അന്തസ്സല്ലേന്ന്. ഇവിടെ നിൽക്കുന്നതല്ലേ ബുദ്ധി അല്ലേ? ഇനി ഞാനൊന്ന് പൊങ്ങിക്കോട്ടെ അവളുടെ മുന്നില്. അടിക്കല്ലേ? അടിക്കാനല്ല, വേറൊരു കാര്യം വരാനാണ്. അപ്പൊ 2 ദിവസം ഇവിടെ നിൽക്കാനാണ്. കൈ ശരിയാവുന്ന ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ പറയില്ല. പറക്കം പറ്റിയൊരു പെങ്കൊച്ചുണ്ട്, ഒരു പെണ്ണ് നിൽപ്പുണ്ട്. ഇവിടെ ഷഡ്ഡിട്ട് ഇരിക്കാൻ പറ്റും. നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഇതിന്റെ മേളിലല്ലേ ഇട്ടേക്കുന്നത്. അല്ല അത് മോശമല്ലേ? ആണോ? ഒരു കയ്യിലെടുത്തോടാടി, ഒരു ലുങ്കി എടുത്തോടാ. അയ്യോ ഞങ്ങൾ സൂപ്പർമാൻ അങ്ങനെ ലുങ്കി കൊടുക്കത്തില്ല. ഉടുത്തിട്ടും കാര്യമില്ല, മുകളിൽ കൂടെ പറക്കല്ലേ. പക്ഷെ ഇവിടെ തറയല്ലിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ പറക്കുമ്പോ 4 സൈഡിലോട്ട് ലുങ്കി ഇവിടെ വേണമല്ലോ. ഇവിടെ വേണം. കൊണ്ടുപോടി. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഇത് ഞങ്ങൾ ആകെപ്പാടി ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ. ഇത് കഴുകി ഇടാൻ നേരത്തെ ഇത് കൊടുത്തോണ്ടാ നിൽക്കുന്ന വീട്ടിൽ. പിന്നെ ഇപ്പൊ എന്തിനാ കൊണ്ടുവന്ന? ഇതിപ്പോ കഴുകി നനഞ്ഞതാ, ഉണങ്ങിയില്ല. അപ്പൊ പറക്കുന്ന വഴിക്ക് ഉണക്കൊന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ കഴുകി ഇട്ടേക്കുന്നതാ. 2 കാര്യം നടക്കും, പറക്കുകയും ചെയ്തങ്ങ് ഉണങ്ങുകയും ചെയ്യുമല്ലോ. ഇതവിടെ ഒന്ന് കൊടുക്കാം. എന്റെ കൈയൊക്കെ ഒന്ന് ശരിയാക്കി തരാം. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കല്ലേ. എന്ത് ചെയ്യാം? കൈ തടവി തരാന്ന്. ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവത്തില്ല. ചേച്ചി അല്ലല്ലോ, ചേട്ടനല്ലേ തടവുന്നത്. ശരി, എന്തായാലും ആ ഒരു മനസ്സ് കാണിച്ചിട്ട് സന്തോഷം. ഞാൻ ഒരു നിങ്ങൾ ഈ കയ്യിൽ എങ്ങനെ കൊടുക്കുന്നത്? കയ്യിൽ ഞാൻ കാണിച്ചു തരാം. കയ്യിൽ കൊടുക്കേണ്ട രീതി കാണിച്ചു തരാം. ഞാൻ അവിടെ തന്നെ കൊടുത്താൽ മതി. എന്തായാലും ഈ മലക്കരെടുത്ത് അത് വെക്കാൻ തന്നടി. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ആരാന്ന് പറയാമോ? പഴങ്കഞ്ഞി കുടിച്ച ആരും? ഇതാരാ? താരാരാ? ഞാനാ? ഞാൻ സൂപ്പർമാൻ.
സൂപ്പറാന്ന് താൻ തന്നെ അങ്ങ് പറഞ്ഞാ മതിയാ. ഞാൻ സൂപ്പറാണ്, 2 ആഴ്ച നിൽക്കുമ്പോ അറിയാം ഞാൻ സൂപ്പറാണെന്ന്. ഏത് സൂപ്പർമാന്? അതെ കുഞ്ഞ, ഞാൻ ഇവിടെ പറന്നു പോയ വഴിക്ക് ബാലൻസ് തെറ്റി വീണതാ. അച്ഛൻ്റെ അമ്മയടുത്തും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത് അപ്പൊ അവര് പറഞ്ഞു പറക്കാറാകുമ്പോ പോയാൽ മതി, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഈ വീട്ടിലെ കൊച്ച ഞാൻ ഈ വീട്ടിലെയാ, ഈ സൂപ്പർ ഹീറോയിലെ സൂപ്പർമാനാ. അതെ അല്ലേ, അത് തന്നെ, അതെ അല്ലേ. ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണുവാ, എനിക്ക് വയ്യ. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഒരു മോളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഈ വീട്ടിലെ മോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് വയ്യ. പിന്നെ ഞാൻ സൂപ്പറൂന്ന് വിളിച്ചോട്ടെ? എന്തോന്ന് സൂപ്പറൂന്ന്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലല്ലേ ഇതൊക്കെ. സൂപ്പറുവോ? ആ ശരി ശരി ശരി. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ബുദ്ധിമുട്ടാവോ? പറ്റാവുന്നതാണെങ്കിൽ സാധിച്ചു തരാം. അതെ, നമുക്ക് രണ്ടുപേർ കൂടി റീൽസ് ചെയ്താലോ? ശരിയാവത്തില്ല. നമുക്ക് ചെയ്യാം, വാ വാ വാ, നമുക്ക് ചെയ്യാം. ഇതൊരു വല്ലാത്ത അല്ലല്ലോ, വാ. നോക്കിപ്പിടി. ഒരു കാര്യം ചെയ്യാം, ഇതും കഴിച്ചാലേ അല്ലേ? എന്തിനൊക്കെ അച്ഛൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആപ്പാട് പണിയാണ്. പെട്ടെന്ന് വാ. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം. റീൽസ്, റീൽസ്, പാട്ട് റീൽസ്. ഇപ്പൊ റീൽസ് കഴിച്ചാൽ 10 മാസം കഴിയുമ്പോ റിലീസ് ആവും. ഇറങ്ങടാ ഇപ്പൊ. ഞാനിവിടെ തിരിച്ചു നീ കാണരുത്. ഞാൻ തിരിച്ചു വരുമ്പോ അവനെ ഇറക്കി വിട്ടോളൂ ഇവിടെ നിന്ന്. ഞാൻ ഭയങ്കര ദേശക്കാരനാണ്. ഞാൻ അവക്കുള്ള പച്ചക്കറി മേടിക്കാൻ പോവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ കാണരുത്. ഞാൻ പൊക്കോളാം. ആ പൊക്കോ. കുഞ്ഞെ, നിന്റെ അച്ഛൻ ആളാപ്പാട് ചൂടന, അയാൾ മനുഷ്യപ്പെടുത്തി കണ്ണിപ്പറ്റില്ലാത്ത ചോരയാണ്. അതുകൊണ്ട് ഞാൻ അത് വിട്ടേക്കാം, ഞാൻ വിട്ടു. ഇപ്പോഴാണ് എനിക്ക് നടക്കാം. നിന്റെ അച്ഛൻ കയറി വന്നപ്പോഴും ഞാൻ ഇവിടെ ഇളഞ്ഞു പോകേണ്ടി വരും. നാട്ടുകാരെന്നെ കുറിച്ച് പറയുന്നത് എന്തോന്ന്? ഞാനേ ഈ നാട്ടിലെ ഗോതമ്പ് പണിയാ. അയ്യോ, ഇതിനകത്ത് എവിടെ ഇരിക്കുന്ന ഗോതമ്പ് പണി പോയിട്ട് നോക്കി ഗോതമ്പ് പണി ഉണ്ടോ? ഞാൻ പോവാണ് അമ്മ. ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അല്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പോവാൻ പറ്റുമോ? നീ എന്റെ കൊച്ചിന് ആഗ്രഹം കൊടുത്തിട്ട് നിനക്ക് പോവാൻ പറ്റുമോ? എന്തോ ആഗ്രഹം കൊടുത്തെന്ന്? ആ കൊച്ചിന് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹം കൊടുത്തിട്ട് നിനക്ക് ഇവിടെ ഇറങ്ങി പോവാൻ പറ്റുമോ? ഒരു റീൽസ് ചെയ്തേ ഉള്ളൂ, ഞാൻ പ്രേമിച്ചെന്നല്ലേ കൊച്ചിനെന്ന് പറയരുത്. നീ അവളും കൂടെ റീൽസ് ചെയ്താ? ഞാനേ സൂപ്പർമാനാ. കല്യാണം കഴിച്ച് നിങ്ങളെ ഭർത്താവിനെ പോലെ ഡോബർമാനായിട്ട് കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്കറിയാവോ അങ്ങനെ കിടക്കാൻ പറ്റും? എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ അവളെ കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കണം. കല്യാണം കഴിച്ച് ഈ വീട്ടിൽ താമസിക്കണം. എനിക്കറിയാം, 50 പൈസ കുറവുള്ള പെണ്ണാന്നെ എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണല്ലേ. ഞാനൊരു കാര്യം പറയാം, ഇത് പോട്ടെ, ഞാൻ എന്തെങ്കിലും രീതിയിലുള്ള കല്യാണം കഴിക്കായിരുന്നു. പക്ഷെ ഈ കല്യാണവും കാര്യങ്ങളൊന്നും ഞങ്ങളെപ്പോലുള്ള സൂപ്പർ ഹീറോയ്ക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കത് പറ്റത്തില്ല. ഇങ്ങനെ ഭൂമി വന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു പറ്റത്തില്ലെന്ന്? എടാ, നിനക്കറിയാവോ, ഒരു 10 വർഷമായിട്ട് എന്റെ ഭർത്താവ് പോലും അറിയാതെ ഈ പത്തായപ്പുരിക്കകത്ത് ഞാൻ ആരെയാ ഒളിപ്പിച്ചു വച്ചേക്കണേന്ന്? ആരെയാ? ഇറങ്ങി വാ മനുഷ്യ അങ്ങോട്ട്. അച്ചാച്ചനെന്ത് ഇവിടെ? മോനെ, പണ്ട് ഗന്ധർവന്മാര് വന്ന് കാര്യം സാധിച്ചിട്ട് പോകുന്നതിന്റെ കണക്കൊന്നുമല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ. ഇവളുമാരടുത്ത് ഒരിക്കൽ പെട്ടു പോയതാ മോനെ. അയ്യോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സും ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ള മൊമെന്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ പറയാം. Bye-bye. Good night. Costume courtesy for Nadir Shah and Kottayam Nazir. London Classic Casual Shirts. Jewelry courtesy for Gopika. Ladies Planet.